നമസ്കാരം. ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ഉരുൾപൊട്ടലിൻ്റെ വേദനയിൽ വിലങ്ങാടിൻ്റെ വിതുമ്പൽ നമ്മൾ മറന്നുപോയി. വിലങ്ങാട് ഒരു മനുഷ്യൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. മാത്യു മാഷിൻ്റെ ജീവൻ മാത്രം നഷ്ടപ്പെട്ടു പോകുമ്പോഴും വിലങ്ങാട് ഏൽപ്പിച്ച ആഘാതം ചൂരൽമലയോളം മുണ്ടക്കൈയോളം പോകുന്നത് തന്നെയാണ്. 14 വീടുകൾ ഉരുളെടുത്തു, ഒരു മനുഷ്യജീവൻ ഉരുളെടുത്തു. ഒരുപാട് പേരുടെ 1 ഡസനിലധികം കുടുംബങ്ങൾ പെരുവഴിയിൽ അനാഥമാക്കപ്പെട്ടു. ആ മനുഷ്യരിപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നവരാണ്. ചിലർ ക്യാമ്പുകളിൽ നിന്ന് ബന്ധുവീടുകളിലേക്ക് മടങ്ങി. ചൂരൽമലയ്ക്കും മുണ്ടക്കൈക്കും ലഭിക്കുന്ന സഹായം വിലങ്ങാടിനും ലഭിക്കണം എന്നാണ് വിലങ്ങാട്ടിലെ മനുഷ്യരുടെയും ആവശ്യം. ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് റിപ്പോർട്ടറിനോടും തുടർന്ന് മുഖ്യമന്ത്രിയുടെ മുന്നിലും അവതരിപ്പിച്ചു. വിലങ്ങാടിനെ മറക്കരുത്, വിലങ്ങാടിന് ആശങ്ക വേണോ എന്നാണ് ചോദ്യം. ഒരു സാധനം ബാക്കിയില്ല, ഒരു സാധനം. അത് ആ പ്രദേശമാകുമ്പോൾ പോലും കണ്ടാൽ തിരിയുക. ജീവിതം വട്ടപൂജ്യമായി, വട്ടപൂജ്യം. ഒരു രൂപയുടെ മുതലില്ല കയ്യിൽ. എല്ലാ സാധനങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് ഗ്രാമത്തിലെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. വിലങ്ങാട്ടെ ആഘാത പഠനത്തിൻ്റെ എക്സ്ക്ലൂസീവ് വിഷ്വൽസ് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. എത്രമാത്രം ഭീകരമായിരുന്നു ഈ വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ എന്നത് ഈ ആകാശ ദൃശ്യങ്ങളും ഈ ആഘാത പഠന ദൃശ്യങ്ങളും പറയും. ഇത് റിപ്പോർട്ടറിന് ലഭിച്ച എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ്. സിനോജ് തോമസ് നമുക്കൊപ്പം ചേരും. ആദ്യം ആ ദൃശ്യങ്ങളുടെ ഭീകരത നമുക്കൊന്ന് കണ്ടുവരാം. റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത് വിലങ്ങാട്ടെ ആഘാത പഠനത്തിന്റെ എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ്. ഡ്രോൺ മാപ്പിംഗ് ഇമാജിനേഷൻസ് പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡ്രോൺ മാപ്പ് ഇമാജിനേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് പുറത്തുവിട്ട എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ് റിപ്പോർട്ടർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഘാത പഠനത്തിന്റെ ദൃശ്യങ്ങളാണ്. ഇത്രയുമധികം ഭീകരമായിരുന്നു ദൃശ്യങ്ങൾ. 24 ഇടങ്ങളിലാണ് പ്രഭവ കേന്ദ്രമെന്ന് ഇന്നലെ തന്നെ ആഘാത പഠനം നടത്തിയ സംഘം കണ്ടെത്തിയിരുന്നു. ഓരോ ഇടങ്ങളിലെയും ദൃശ്യങ്ങൾ ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിലങ്ങാട്ടെ വലിയ ഉരുൾപൊട്ടലായിരുന്നു എന്നുള്ളത് ഈ ചിത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് താഴേക്ക് വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലും വലിയ പാറകളും ഇരച്ചു വന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആഘാത പഠന സംഘം നടത്തിയ ആകാശ ദൃശ്യങ്ങളിൽ തെളിയുന്നത്. റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്നത് വിലങ്ങാട്ടെ ആഘാത പഠനത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ദൃശ്യങ്ങളെക്കാൾ ഒരു പക്ഷേ ആഘാതം ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വിതയ്ക്കുമായിരുന്ന ഒരു വലിയ ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങളാണ്. പക്ഷേ മുന്നറിയിപ്പ് കിട്ടി, ചിലരെങ്കിലും ആ സ്ഥലത്തുനിന്ന് മാറിയതുകൊണ്ട് ജീവനാശം കുറയ്ക്കാൻ സാധിച്ചു. രക്ഷാപ്രവർത്തനത്തിന് പോയ മാത്യു മാഷിൻ്റെ ജീവനം മാത്രമാണ് വിലങ്ങാട് പൊലിഞ്ഞു പോയത്. പക്ഷേ അപ്പോഴും ഉരുൾപൊട്ടി വന്ന വഴികൾ ഇപ്പോഴും വലിയ ഒരു ഭീകരാന്തരീക്ഷമായി തന്നെ നിൽക്കുന്നുണ്ട്. പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളും റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. ആഘാത പഠനം നടത്തിയ സംഘം പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിലങ്ങാട്ടെ ആഘാത പഠനം നടത്തിയ സംഘത്തിൽ നിന്നുള്ള ആഘാത പഠനം നടത്തിയ സംഘത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ്. സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സിനോജ് തോമസ്, നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഈ ആഘാത പഠനം നടത്തിയ സംഘം ഡ്രോൺ മാപ്പ് ഇമാജിനേഷൻസ് എന്ന സംഘത്തിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പലയിടങ്ങളിൽ നിന്നായിട്ട് ഉരുൾപൊട്ടി വന്നു എന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പല ചാലുകളായി കീറി വന്ന ഉരുൾപൊട്ടലാണ്. പലയിടങ്ങളിൽ പ്രഭവ കേന്ദ്രങ്ങൾ 24 എണ്ണം ഉണ്ടെന്ന് പറയുന്നു. പലയിടത്തും വിണ്ടുവീറി നിൽക്കുന്ന മലയുടെ ഭാഗങ്ങൾ കാണാം. ഇതെല്ലാം ഇനിയും ഒരുപക്ഷെ ആ മേഖല അപകടകരമായ രീതിയിൽ നോക്കൂ. ഈ ദൃശ്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്നല്ല, പല ഭാഗങ്ങളിലായി പല പ്രഭവ കേന്ദ്രങ്ങളിലായി ഉരുൾപൊട്ടൽ സംഭവിച്ചു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. റിപ്പോർട്ടറിലൂടെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ്. സിനോജ് തോമസ്, ഈ പ്രഭവ കേന്ദ്രം പലതാണ് എന്നുള്ളത് വിലങ്ങാട്ടെ ആഘാതം കൂട്ടുന്നുണ്ടല്ലേ?
തീർച്ചയായും അരുൺകുമാർ, അതായത് വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും ഒരു സ്ഥലത്തു നിന്നാണ് 3 തവണ ഉരുൾപൊട്ടി വന്നത്. പക്ഷേ ഈ കോഴിക്കോട്ടെ കാര്യം അങ്ങനെയല്ല. പല സ്ഥലത്ത് 24 അല്ല അതിലേറെ സ്ഥലമുണ്ട്. അതായത് ചെറുതും വലുതുമായി 50-ലേറെ സ്ഥലത്ത് നിന്നാണ് ഉരുൾപൊട്ടി ഒഴുകിയിരിക്കുന്നത്. ഈ ഡ്രോൺ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. അതായത് പല സ്ഥലത്ത് നിന്ന് ഉരുൾപൊട്ടി, മലമുകളിൽ നിന്ന് ഉരുൾപൊട്ടി പല വഴിക്കാണ് ഇത് ഒഴുകിപ്പോയിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് തുടക്കത്തിൽ ചർച്ചയാകാതെ പോയത് വയനാട്ടിൽ ഉണ്ടായതുപോലുള്ള ഒരു വലിയ ആൾനാശം ഇല്ലാതെ പോയത് കൊണ്ടാണ് ചർച്ചയാകാതെ പോയതും നമ്മുടെ ഉൾപ്പെടെ ശ്രദ്ധ വയനാട്ടിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോയതും. അതിന് വിമർശനം അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാരണം അവിടുത്തെ ജനങ്ങൾ ജാഗ്രത കാണിച്ച് അന്ന് രാത്രി തന്നെ മാറി താമസിച്ചതുകൊണ്ടാണ് ആളുകളൊക്കെ തന്നെ രക്ഷപ്പെട്ടത്. പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് പോയ, മുന്നറിയിപ്പ് നൽകാൻ പോയ മാത്യു മാഷ് മാത്രമാണ് ഈ അപകടത്തിൽ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയത്. അതുകൊണ്ട് തന്നെ ആ ഗൗരവത്തിൽ തന്നെ സർക്കാർ ഇത് ഏറ്റെടുക്കുകയും വടകര RDOയെ അന്ന് തന്നെ നോഡൽ ഓഫീസറായി നിയമിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ മുതലാണ് ഈ വിദഗ്ധ സംഘം ഈ വിലങ്ങാട് മേഖലയിൽ പരിശോധന ആരംഭിച്ചത്. അങ്ങനെ വിദഗ്ധ സംഘം പരിശോധന 1-2 ദിവസം കൊണ്ട് അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. ഒരാഴ്ച സമയമെടുത്ത് പരിശോധന പൂർത്തീകരിച്ച് ജില്ലാ കളക്ടർക്ക് ഈ മാസം 20-നകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നും നാളെയൊക്കെ തന്നെ അവിടെ പരിശോധന തുടരുകയാണ്. ജില്ലാ ജിയോളജിസ്റ്റും ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറും പൊതുമരാമത്ത് വകുപ്പിലെ എഞ്ചിനീയർമാരൊക്കെ തന്നെയാണ് ഈ സംഘത്തിലുള്ളത്. അവർ ഈ ഓരോ സ്ഥലത്തും ഈ ഉരുൾപൊട്ടിയ ഓരോ സ്ഥലത്തും എത്തി പഠനം നടത്തുകയാണ്. ഇനി അവിടെ താമസിക്കുന്നത് സുരക്ഷിതമാണോ, അല്ലെങ്കിൽ അവിടെയുള്ളവരെ മാറ്റിപ്പാർപ്പിക്കണോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ വിദഗ്ധ സംഘം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുക. അതായത് പ്രധാനമായും മഞ്ഞക്കുന്ന് മലയിൽ നിന്ന് ഒഴുകി വന്ന ഉരുളിലാണ് കൂടുതൽ വീടുകൾ നഷ്ടമായിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും ഈ ഉരുൾപൊട്ടി വന്ന് റോഡുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ഏക്കറല്ല ഹെക്ടർ കണക്കിന് കൃഷിയിടവും ഭൂമിയും നഷ്ടമായിട്ടുണ്ട്. ഈ പ്രാഥമിക കണക്കെന്ന് പറയുന്നത്, കൃഷി വകുപ്പിന്റെ കണക്കെന്ന് പറയുന്നത് 162 ഹെക്ടർ കൃഷിഭൂമി മാത്രം നശിച്ചെന്നാണ് പറയുന്നത്. അതായത് മലയോര മേഖലയാണ്, കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളാണ്. ആകാശ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളിൽ ഈ പ്രദേശത്തെ 160-ലധികം ഹെക്ടർ സ്ഥലം, ഏക്കർ സ്ഥലം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അല്ലേ? അതെ, 162 ഹെക്ടറിലധികം കൃഷിഭൂമി മാത്രം. അതുകൂടാതെ റവന്യൂ ഭൂമിയുണ്ട്. ഇത് മലമുകളിൽ നിന്നാണ് പൊട്ടി വന്നിരിക്കുന്നത്. വനഭൂമിയിൽ നിന്ന് ഉൾപ്പെടെ പൊട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭൂമിയുടെ നഷ്ടം കണക്കാക്കിയാൽ 200 ഹെക്ടറിലേറെ കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒപ്പം തന്നെ 14 വീടുകൾ നിശേഷം, ഈ തറയുടെ ഒരു കല്ല് പോലും അവിടെയില്ല, മുഴുവനായിട്ട് തൂത്തെറിയപ്പെട്ടിരിക്കുകയാണ്. 112 വീടുകൾ താമസയോഗ്യമല്ലാതായി പോയി. അതായത് കല്ല് വന്ന് ഇടിച്ചു കയറി ഭാഗികമായോ പൂർണ്ണമായോ അല്ലെങ്കിൽ ചെളി കയറിയൊക്കെ തന്നെ താമസയോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ്. 100-ലേറെ വൈദ്യുതി തൂണുകൾ മാത്രമാണ് ഈ മേഖലയിൽ നഷ്ടമായത്. അതായത് ഇത് വിലങ്ങാട് എന്ന് പറയുന്നത് വാണിമേൽ പഞ്ചായത്തിലാണ്. ഈ അപകടമുണ്ടായ രാത്രി, അതായത് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ അതേ സമയത്ത് തന്നെയാണ് ഇവിടെയും ഈ സംഭവം നടക്കുന്നത്. അന്ന് മുതൽ തന്നെ അവിടുത്തെ ജനപ്രതിനിധികളും വാർഡ് മെമ്പറായാലും വൈസ് പ്രസിഡന്റ് ആയാലും ഈ നിമിഷം വരെ അവരും അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയൊക്കെ തന്നെയായിട്ട്. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഒക്കെ ഉരുൾപൊട്ടലിനേക്കാൾ വിലങ്ങാട്ടെ ഉരുൾപൊട്ടലിന്റെ ആഘാതം കൂട്ടുന്നതും അത് കൂടുതൽ ഭീതിതമാകുന്നതും ഈ ദൃശ്യങ്ങൾ കൊണ്ടാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം, നമുക്ക് തന്നെ നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു 5 സ്പോട്ടുകൾ, 5 പ്രഭവ കേന്ദ്രങ്ങൾ തന്നെ ഇവിടെ നിന്ന് കാണാം. ഇതിൻ്റെ ഇടതുവശത്തും വലതുവശത്തും വീണ്ടും ചെറുതും വലുതുമായ ഉരുൾപൊട്ടലും സംഭവിച്ചിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പ്രദേശം അപ്പാടെ ഇളകിപ്പോകുക മാത്രമല്ല, പലയിടങ്ങളിൽ നിന്നായി ഉരുൾപൊട്ടി തുടങ്ങി ഒരുമിച്ചൊരു ചാലായി വരികയാണ് ഈ ഉരുൾപൊട്ടലിൽ സംഭവിച്ചിരിക്കുന്നത് അല്ലേ? അതെ, ഇതെല്ലാം കൂടി ഒഴുകി വരുന്നത് മയ്യഴി പുഴയിലേക്കാണ്. അങ്ങനെയാണ് ഉരുട്ടിപ്പാലമൊക്കെ തകർന്നു പോകുന്നത്. അങ്ങനെ ഒരുമിച്ച് പല സ്ഥലത്തുനിന്ന് ഒഴുകി വന്ന വെള്ളം മയ്യഴി പുഴ വഴിയാണ് അറബിക്കടലിലേക്ക് പോയിരിക്കുന്നത്. അങ്ങനെയാണ് വലിയ ആഘാതം ഉണ്ടായിരിക്കുന്നത്. ഈ വിലങ്ങാട് എന്ന് പറയുന്നത് വാണിമേൽ പഞ്ചായത്തിലാണ്. പക്ഷേ ഈ പഞ്ചായത്തിൽ മാത്രമല്ല, തൊട്ടടുത്ത നാദാപുരം, ചെക്കിയാട്, ഒപ്പം തന്നെ വളയം തുടങ്ങിയ പഞ്ചായത്തുകളൊക്കെ തന്നെ ഇതേ രീതിയിലുള്ള ആഘാതം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെയാണ് ഈ 5 സമീപത്തെ ഈ വാണിമേലിൻ്റെ സമീപത്തുള്ള മറ്റ് 5 പഞ്ചായത്തുകളിലും ഈ ഉരുൾപൊട്ടലിൻ്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ വലിയ രീതിയിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. ഈ വിലങ്ങാട് മേഖലയിലാണ് വലിയ ഗർത്തങ്ങളും വലിയ ആഘാതവും വലിയ രീതിയിലുള്ള വീടിൻ്റെ നാശനഷ്ടമൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നു. പക്ഷേ ബാക്കിയുള്ള പഞ്ചായത്തുകളിലും റോഡുകൾ, കിലോമീറ്ററുകളോളം റോഡുകളും പാലങ്ങളും ഒഴുകിപ്പോയിട്ടുണ്ട്, കൃഷി നശിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ തന്നെ ഒരു ആഘാത പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എടുത്തു പറയേണ്ടത് അവിടുത്തെ ജനങ്ങളെയാണ്. കാരണം വർഷങ്ങൾക്ക് മുൻപ് വിലങ്ങാട് ഉരുൾപൊട്ടിയിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മ അവരുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ രീതിയിൽ ഈ പുഴയിൽ വെള്ളം ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ ആളുകളെ അവിടുന്ന് മാറ്റിപ്പാർപ്പിച്ചത്. അതിനുവേണ്ടിയാണ് മാത്യു മാഷ് നാട്ടുകാരോടും അയൽവാസികളും മാറി താമസിക്കാൻ നിർദ്ദേശിക്കാൻ വേണ്ടി പോയത്. പക്ഷേ അദ്ദേഹം മടങ്ങി വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് മഴ പെയ്യുകയും കടത്തിണ്ണയിൽ വരാന്തിൽ കയറി നിൽക്കുകയും അദ്ദേഹം ഉരുൾപൊട്ടലിൽ അകപ്പെട്ടു പോവുകയും ചെയ്തത്. അങ്ങനെ ജനങ്ങൾ ജാഗ്രത പാലിച്ച് മാറി നിന്നതുകൊണ്ട് മാത്രമാണ് ഒട്ടനേകം ജീവനുകൾ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. അങ്ങനെ ജനങ്ങൾ സ്വയം ജാഗ്രത സ്വീകരിച്ചതാണ് ആളാപായം കുറച്ചത്. പക്ഷേ അവരുടെ വീടുകൾ, സ്വത്തുവകകൾ അവിടെ കുടിയേറി വന്ന കർഷകരാണ്. 60-70 ദൃശ്യങ്ങളിൽ കാണുന്ന ഭീകരത സർക്കാരിന് തീർച്ചയായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഡ്രോൺ ഇമാജിനേഷൻസ് പകർത്തിയ ഈ ആകാശ ദൃശ്യങ്ങളുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡ്രോൺ ഇമാജിനേഷൻസ് കൊടുക്കുന്ന ഈ ദൃശ്യങ്ങളിൽ ഈ വിലങ്ങാടിന് ചൂരൽമലയ്ക്ക് സമാനമായ രീതിയിലുള്ളൊരു പാക്കേജ് ആവശ്യമാണ് എന്നുള്ളതിനെ കൂടുതൽ സാധൂകരിക്കുന്നുണ്ടല്ലേ?
തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവും സ്ഥലം MP ഷാഫി പറമ്പിൽ ഇന്ന് 3 തവണയാണ് ഈ സംഭവം ഉണ്ടായ ശേഷം അദ്ദേഹം അവിടെ സന്ദർശിച്ചത്. അദ്ദേഹം ഉൾപ്പെടെ ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളും പറയുന്നു പ്രത്യേക പാക്കേജ് ഞങ്ങൾക്ക് വേണം. മനുഷ്യന്മാർ മരിച്ചില്ല എന്ന് കരുതിക്കൊണ്ട് വിലങ്ങാടിനെ അവഗണിക്കാൻ പാടില്ല. ഞങ്ങളുണ്ടാക്കിയ സ്വത്ത്, ഞങ്ങളുണ്ടാക്കിയ വീട്, കൃഷിയുടെ എല്ലാം തന്നെ ഒലിച്ചുപോയി. ഇനി ഞങ്ങൾക്ക് ജനിച്ച് വീണ കുട്ടിയെ പോലെ ഒന്നേന്ന് ഞങ്ങൾക്ക് തുടങ്ങണം. അതുകൊണ്ട് സർക്കാരിൻ്റെ സഹായം കൂടിയേ തീരൂ. അവിടെയുള്ള ഭൂരിഭാഗം ആളുകൾക്ക് കടമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെ എഴുതി തള്ളിക്കൊണ്ട് സർക്കാർ വയനാടിന് നൽകുന്ന പോലെ തന്നെ ഒരു പ്രത്യേക പാക്കേജ് വിലങ്ങാടിനും സമീപ പ്രദേശത്തിനും വേണം. പുനരധിവാസം ഒരു വശത്ത് നിൽക്കുന്നു. അങ്ങനെ വീട് നൽകിയാൽ തന്നെ അവർക്ക് ഒന്നേന്ന് തുടങ്ങണമെങ്കിൽ സർക്കാരിൻ്റെ പാക്കേജ് വേണ്ടിവരും, അത്യാവശ്യമാണ്. കാരണം അവർക്ക് സ്ഥലമില്ല. അവർ അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാം തന്നെ ഈ ഉരുളെടുത്ത് പോയിരിക്കുകയാണ്. ജീവൻ മാത്രമേ ഇവർക്ക് ബാക്കിയുള്ളൂ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ, ഞങ്ങളുടെ തലമുറകൾക്ക് ജീവിക്കണമെങ്കിൽ സർക്കാരിൻ്റെ പ്രത്യേക പാക്കേജ് ഈ വിലങ്ങാട് മേഖലയ്ക്ക് വയനാടിന് കൊടുക്കുന്ന പോലെ തന്നെ വേണമെന്നാണ് അവിടുത്തെ ജനങ്ങളും പഞ്ചായത്ത് അധികൃതരും പറയുന്നത്. പ്രതിപക്ഷവും നേതാവും ഇവിടെ എത്തിയപ്പോൾ അതാണ് ആവശ്യപ്പെട്ടത്. ഇന്ന് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ കത്ത് നൽകിയതും പ്രതിപക്ഷ നേതാവ് അങ്ങനെയാണ്. സ്ഥലം MP-യും ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ്. കാണുന്ന ഏതൊരാൾക്കും ചൂരൽമല മുണ്ടക്കൈക്കു സമാനമായ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടൽ, ഒരുപക്ഷെ അതിനേക്കാൾ ഭീതിതമായ ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കിലോമീറ്ററുകളോളം ഈ ഉരുൾപൊട്ടി പോകുന്നതിന്റെ കാഴ്ച. വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയതുകൊണ്ട് മാത്രം, അതിന്റെ നിറം മാറിയതുകൊണ്ട് മാത്രം ഒരു മുന്നറിയിപ്പ് സ്വീകരിച്ച് ഒഴിഞ്ഞുപോയ ജനതയാണ് ഈ വിലങ്ങാട് ഉരുൾപൊട്ടലിൽ നിന്നും അത്ഭുതകരമാം വിധം രക്ഷപ്പെട്ടത്. അതിലൊരു ജീവൻ മാത്രമേ പൊലിഞ്ഞുള്ളെങ്കിലും ഒരുപാട് കുടുംബങ്ങൾ അനാഥമാക്കപ്പെട്ടു. 120 ഹെക്ടറോളം ഏക്കർ കൃഷിഭൂമി ഇല്ലാതാക്കപ്പെട്ടു. ഒരുപാട് മനുഷ്യരുടെ ഉപജീവനമാർഗം അടഞ്ഞുപോയി. വീടുകൾ തകർന്നു തരിപ്പണമായി. അവർ ബന്ധുവീടുകളിലും മറ്റും ക്യാമ്പുകളിലുമായി അനാഥത്വത്തിൻ്റെ ദുഃഖവും പേറി ജീവിക്കുന്നു. അങ്ങനൊരു സാഹചര്യമുണ്ട്. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. വലിയ ഗർത്തങ്ങൾ ഉണ്ടാവുന്നു. വലിയ പാറക്കല്ലുകൾ കിലോമീറ്ററുകളോളം ഒഴുകി വരുന്നു. ഏറ്റവും കൂടുതൽ അപകടകരമാക്കി മാറ്റുന്നത് ഈ പ്രദേശത്ത് ഒന്നിലധികം പ്രഭവ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്ന ആഘാത പഠനത്തിൻ്റെ ഡ്രോൺ ഇമാജിനേഷൻസിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അത് ആ പരിസരത്ത് വലിയ ആശങ്കയും ഭീതിയും വിതച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ഈ വിലങ്ങാട്ട് മലയുടെ മുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നല്ല ഉരുൾപൊട്ടി അടർന്നു വന്നിരിക്കുന്നത്. പല പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്നായി പല ചാലുകളായി വഴി തിരിഞ്ഞ് ഒരുമിച്ച് വരികയായിരുന്നു ഈ ഉരുൾപൊട്ടൽ എന്നതാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഉരുൾപൊട്ടലിൻ്റെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു വലിയ പ്രദേശം ഒന്നാകെ ഒലിച്ചു പോയിരിക്കുന്നതായിട്ട് പ്രേക്ഷകർക്ക് കാണാം. അവിടെയുള്ള പാലം ഒലിച്ചുപോയി, റോഡുകൾ നഷ്ടപ്പെട്ടു, കടകളില്ലാതെയായി, വീടുകൾ നഷ്ടപ്പെട്ടു. ഇതാണ് ആ പ്രഭവ കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിൻ്റെ ക്രൗൺ എന്ന് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു സിംഗിൾ ക്രൗൺ അല്ല. നേരത്തെ മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും സംഭവിച്ചതുപോലെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന്, ഒരു പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഉദ്ഭവിച്ചിരിക്കുന്ന ഉരുളല്ല എന്ന് നമുക്ക് വ്യക്തമായും കാണാൻ സാധിക്കും. പല പല അടരുകളിലായിട്ട്, പല പല ചാലുകളായിട്ടാണ് ഈ പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്ന് ഉരുൾപൊട്ടി വന്നത് എന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മളിപ്പോൾ എത്തിക്കുന്നത്. ആഘാത പഠനത്തിൻ്റെ ഡ്രോൺ ഇമാജിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ആശങ്ക ഒഴിയാതെ ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് ഗ്രാമം ഇപ്പോഴും വിതുമ്പുകയാണ്. ജനങ്ങളുടെ ജാഗ്രതയാണ് വിലങ്ങാട്ടെ മനുഷ്യജീവനുകൾ രക്ഷിച്ചത്. നഷ്ടപ്പെട്ട ജീവിത സമ്പാദ്യങ്ങൾ എങ്ങനെ തിരികെ പിടിക്കാൻ കഴിയുമെന്ന ആധിയിലാണ് ഇപ്പോഴും വിലങ്ങാട്ടെ മലയോര ജനത. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും മനുഷ്യരെക്കാൾ ഒട്ടും കുറവല്ല ഇവർ തിന്നുകൊണ്ടിരിക്കുന്ന ആശങ്കയുടെയും ആധിയുടെയും തീ. അടിച്ചിപ്പാറ, മഞ്ഞച്ചീളി, മഞ്ഞക്കുന്ന്, പനോ, ദുരന്തം ഉരുളായി നിരന്നയിടങ്ങൾ, സകലതിനെയും തുടച്ചു നീക്കി പ്രകൃതി സംഹാരതാണ്ഡവമാടിയ മേഖല. 14 വീടുകൾ തകർത്തെറിഞ്ഞ 100ഓളം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയ കാർഷിക മേഖലയെ ഛിന്ന ഭിന്നമാക്കിയ ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. ജാഗ്രതയോടെ ഇരുന്ന ജനതയൊന്നു മാത്രമാണ് വിലങ്ങാട് ആളപായം കുറച്ചതെന്ന് നിസ്സംശയം പറയാം. നല്ല ചെളിയുടെ ഒരു സ്മെല്ല് വരണതും ഞാൻ വീട്ടിൽ നിന്നും ലൈറ്റ് അടിച്ച് താഴേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ പവറൊന്നും ഉണ്ടായിരുന്നില്ല തലേദിവസം മുതലേ. അപ്പോൾ നമ്മുടെ വീട്ടിലെ പവറിലാണ് ഇവിടെ ഒരു കുരിശുപള്ളി ഉണ്ടായിരുന്നത്. കുരിശുപള്ളിയിലെ ലൈറ്റും കത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു വെട്ടത്തിൽ ഇവിടേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഇവിടെ മുന്നിൽ 2 കടകളുണ്ട്, കുരിശുപള്ളിയുണ്ട്. അവിടെയൊക്കെ ചെളിയാണ് കണ്ടത്. മുന്നിലത്തെ കടയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വീട്ടിലുള്ള ചേട്ടന് വന്നു. ഞങ്ങൾ ഇവിടെയുള്ള ആളുകളൊക്കെ വിളിച്ചു.
അതുപോലെ പോലീസിനും ഫയർഫോഴ്സിനെ വിളിച്ചു. അപ്പോഴാണ് നമ്മൾ അപ്പുറത്ത് ഉരുൾ പൊട്ടിയതായിട്ട് കണ്ടത്. അങ്ങനെ ഈ നാട്ടിലുള്ള ആളുകൾക്കും അതുപോലെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അലേർട്ട് കൊടുത്തു. വിദഗ്ധ സംഘം നടത്തിയ ഡ്രോൺ പരിശോധനയിൽ ദുരന്തത്തിന് 100-ലധികം പ്രഭവ കേന്ദ്രങ്ങൾ കണ്ടെത്തിയ മേഖല കൂടിയാണ് ഇവിടം. ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്ന നിസ്സഹായരായ മനുഷ്യർ, ഉപജീവനമാർഗം പൂർണ്ണമായും അടഞ്ഞവർ, തുടർ പഠനമടക്കം സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീണവർ. പുനരധിവാസം സാധ്യമാകണം. ടൗൺഷിപ്പ് മാതൃകയെന്ന ഉറപ്പോടെ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടൽ നടത്തുന്നുണ്ട്. മേഖലയിൽ വിദഗ്ധ സംഘം പരിശോധനയും നടത്തി. നാശനഷ്ട കണക്കുകൾ തിട്ടപ്പെടുത്തി ഈ നാടിനെ വീണ്ടെടുക്കേണ്ടതുണ്ട്. വയനാടിനൊപ്പം കൈത്താങ്ങ് കിട്ടേണ്ട മേഖല തന്നെയാണ് വിലങ്ങാട്. അതിജീവനം സാധ്യമാക്കണം. റിപ്പോർട്ടർ, കോഴിക്കോട്. നമുക്കൊപ്പം വിലങ്ങാട്ട് ജീവൻ നഷ്ടപ്പെട്ട മാത്യു മാഷിൻ്റെ മകൻ അജിലുണ്ട്. ഒപ്പം വിലങ്ങാട് പ്രദേശവാസിയെ ജോണി മുല്ലക്കുന്നിലുമുണ്ട്. ആദ്യം ഞാൻ അജിലിലേക്ക് പോകുന്നു. അജിൽ, ഏറെ വേദനയോടു കൂടിയാണ് നമ്മളെല്ലാവരും മാത്യു മാഷിൻ്റെ വിയോഗ വാർത്ത കേട്ടത്. ഒരുപക്ഷേ നമ്മൾ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ ഉരുൾപൊട്ടിയതിൻ്റെ വലിയ ആഘാതത്തിലല്ലാതിരുന്നുവെങ്കിൽ കേരളം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തമായി തീരുമായിരുന്നു വിലങ്ങാട്. ഞങ്ങളിതിൻ്റെ ആകാശ ദൃശ്യങ്ങളും ആഘാത പഠനത്തിൻ്റെ ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അത്രമേൽ ഭീകരമായിരുന്നു ആ ഉരുൾപൊട്ടലിൻ്റെ തുടക്കം. മാത്യു മാഷ് യഥാർത്ഥത്തിൽ ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ടായേനെ, അല്ലേ അജിൽ? അതെ, ഇങ്ങനെയൊരു പ്രശ്നം സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ സഹായിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് എൻ്റെ അച്ഛൻ. അപ്പം വീട്ടിലിരിക്കുമായിരുന്നു. ഞങ്ങളുടെ വീടിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആൾക്കാരെല്ലാം വിളിച്ച് ആൾക്കാരെയൊക്കെ ഒഴിപ്പിക്കാനൊക്കെ ആയിട്ട് ചെന്നതായിരുന്നു. അപ്പോൾ അങ്ങനെയൊരു കടയിൽപ്പെട്ട് ആ കടയോട് കൂടെ നമുക്കൊരു മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്. ആ മാതാവിൻ്റെ ഗ്രോട്ടോയും കൂടെ കൂട്ടി ആ ഉരുൾ വന്ന് അങ്ങനെ പോയതാണ്. അജിൽ, പലതവണ ഇതേപോലെയുള്ള സാധ്യതകളും മുന്നറിയിപ്പുകളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അഥവാ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ആദ്യത്തെ ഉരുൾപൊട്ടലിന് ശേഷം? 5 വർഷം മുമ്പ് നമ്മുടെ താഴെ വിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലൊരു സമാനമായ ഉരുൾപൊട്ടലുണ്ടായി. കുറച്ചധികം ജീവനുകൾ നഷ്ടപ്പെട്ടായിരുന്നു. അന്ന് നമുക്ക് കുറച്ച് താഴെയാണ് നമ്മുടെ വീട് ഇപ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന്. ഇപ്പോൾ ഉരുൾ പൊട്ടിയിടുന്ന ഒരു 3 കിലോമീറ്റർ താഴെയാണ്. ഇപ്പോഴും അതുപോലെ സമാനമായ ആ മേഖലകൾ മൊത്തം ഉരുൾ പൊട്ടിയിട്ടുണ്ട്. അതെ, ആ ദൃശ്യങ്ങളിൽ പല പ്രഭവ കേന്ദ്രങ്ങൾ കാണുന്നുണ്ട് അജിൽ. അതായത് മാത്യു മാഷിൽ മാത്രമായി മരണം ഒതുങ്ങി എന്നുള്ളത് ആ നാടിനെ സംബന്ധിച്ച് അല്പം ആശ്വാസം പകരുന്നതാണ്. മാത്യു മാഷിൻ്റെ വിയോഗം തീരാ വ്യഥയാണെങ്കിലും. പക്ഷേ ഈ പ്രഭവ കേന്ദ്രങ്ങൾ പലതായത് കാരണം അതിൻ്റെ ആഘാതശേഷി കൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് തിരിച്ചറിയാൻ സാധാരണ രീതിയിൽ ഈ 5 വർഷത്തിനിടയ്ക്ക് ഇതേപോലെയുള്ള അലേർട്ടുകൾ നിങ്ങൾ സ്വയം പങ്കുവയ്ക്കാറുണ്ടോ ഈ ഗ്രൂപ്പുകളിലൊക്കെ? ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മകളും ഇത്തരം കാര്യങ്ങൾ മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള വിനിമയ സംവിധാനവും അവിടെ ഉണ്ട് എന്നാണ്. അതെ, അങ്ങനെ ഒരു കൂട്ടായ്മ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം ജീവൻ രക്ഷിക്കാൻ സാധിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. അങ്ങനെ ഗ്രൂപ്പിൽ വന്ന മെസ്സേജും പിന്നെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം വിളിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് അച്ഛൻ ഇറങ്ങി പുറപ്പെട്ടത് ആൾക്കാരെ സഹായിക്കാനൊക്കെ ആയിട്ട്. ചിലപ്പോൾ അങ്ങനെ ഒരു മീഡിയം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം ഇവിടെ കുറച്ചധികം ആൾക്കാർ തന്നെ മരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ചിലരൊക്കെ ജീവനും കൊണ്ട് തൊട്ട് ഒരു മിനിറ്റ് 2 മിനിറ്റ് മുമ്പൊക്കെയാണ് അവർ ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഈ സ്ഥലങ്ങളിൽ നിന്ന്. അജിൽ എന്താ ചെയ്യുന്നത് ഇപ്പോൾ? ഞാൻ കാനഡയിൽ പഠിക്കുകയായിരുന്നു. ഞാനിപ്പം പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ഞാനും എൻ്റെ അനിയനും ഞങ്ങൾ 2 പേരും അവിടെ പഠിക്കുകയായിരുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് അജിൽ നാട്ടിലുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ 2 മാസം മുമ്പ് ഇവിടെ വന്നിട്ട് പോയതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പോയിട്ടിപ്പം തിരിച്ചു പോയിട്ട് 2 മാസം ആയതേ ഉള്ളൂ. ഞാനവിടെ ജോലിക്ക് കയറാനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി ശരിയാക്കി ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു സംഭവം ഞാൻ അറിയുന്നത്. ഈ അജിൽ വന്ന് നോക്കുമ്പോൾ ആ നാട് തിരിച്ചറിയാത്ത വിധം ആ ഭാഗങ്ങളൊക്കെ മാറിപ്പോയിരുന്നു അല്ലേ? ശരിയാണ്, മനസ്സിലാകാത്ത രീതിയിൽ നമുക്ക് തന്നെ നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങളുണ്ടായിരുന്നത്. ഫോട്ടോ കണ്ടപ്പോഴാണേലും നമ്മൾ അടുത്ത് ചെന്ന് കണ്ടപ്പോഴാണേലും മനസ്സിലാവുന്ന പോലില്ല. ഞാനൊക്കെ കളിച്ച് വളർന്ന സ്ഥലമാണ്. ഞാൻ ഒത്തിരി കയറിയിരുന്ന കടയാണ് ആ കടയും. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച മാതാവുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ മാതാവിൻ്റെ ഗ്രോട്ടോ പോലും ഇപ്പോൾ ഇല്ലാതെ പൂർണ്ണമായിട്ട് ആ ഏരിയ തന്നെ നശിച്ചെന്ന് വേണമെങ്കിൽ പറയാം.
തീർച്ചയായിട്ടും വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. അജിൽ തിരിച്ചു വരാം. നമുക്കൊപ്പം ജോണി കൂടി ചേരുന്നുണ്ട്. ജോണി, മാത്യു മാഷിൻ്റെ വിയോഗം നിങ്ങൾ നാട്ടുകാർക്ക് എന്നതുപോലെ തന്നെ നമുക്കും വലിയ വേദനയാണ്. കാരണം മാത്യു മാഷ് വീടിനുള്ളിൽ ഇരുന്നെങ്കിൽ മാത്യു മാഷ് ഇപ്പോൾ ജീവനോടെ നമുക്കൊപ്പം ഉണ്ടാകുമായിരുന്നു. പക്ഷേ നാട്ടുകാരോട് വളരെ പെട്ടെന്ന് ആ സ്ഥലങ്ങളിൽ നിന്ന് മാറാനും രക്ഷപ്പെടാനും ഒക്കെ പറയാൻ വേണ്ടിയാണ് മാത്യു മാഷ് പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ളൊരു അപായ സൂചന ഇങ്ങനെ പലതവണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യാറുണ്ടായിരുന്നത് ശ്രീ ജോണി? ഞങ്ങൾ സാധാരണ ഈ വിലങ്ങാട് മഞ്ഞച്ചേളിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ആദ്യമായി ഉരുൾപൊട്ടിയത് മഞ്ഞച്ചേളി 2ാം തോടിനാണ്. തോട്ടിൽ അവിടെ ഉരുൾപൊട്ടിയതിന് ശേഷം 1 മണിക്കൂറിന് ശേഷമാണ് മഞ്ഞച്ചേളി പ്രധാന റോഡിൽ അടിച്ചിപ്പാറയിൽ ഉരുൾപൊട്ടലുണ്ടാകും. ആദ്യം ഉരുൾപൊട്ടിയത് അടിച്ചിപ്പാറയിൽ നിന്ന് തന്നെയാണെങ്കിലും ജനവാസ കേന്ദ്രത്തിലൂടെയല്ല ഉരുൾപൊട്ടലുണ്ടായത്. കുറേയധികം ആൾക്കാരുടെ ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു. അവിടെ അധികം വീടുകളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ആദ്യത്തെ ഉരുൾപൊട്ടൽ കഴിഞ്ഞ് ഇപ്പോൾ തന്നെ മെസ്സേജായിട്ടും വാട്സപ്പിലൂടെയായാലും ഫോണിലൂടെയായാലും എല്ലാവരെയും വിവരം അറിയിച്ചു. അതുകൊണ്ടാണ് 10ഓളം വീടുകളിൽ ഒരുപാട് വീടുകൾ ഈ വിലങ്ങാട് പ്രദേശത്ത് നിലംപരിശായി. അപ്പോഴും ആൾക്കാർക്കൊന്നും ഒരു പരിക്കും പറ്റാതിരുന്നത് ഒരുപക്ഷെ എല്ലാവരെയും മാറ്റാൻ കഴിഞ്ഞു. ഈ ആദ്യത്തെ ഉരുൾപൊട്ടുന്ന സമയം എപ്പോഴായിരുന്നു ജോണി? അത് നിങ്ങൾ അറിഞ്ഞത് ഈ വെള്ളത്തിന്റെ വരവ് കണ്ടാണോ? ആദ്യത്തെ ഉരുൾപൊട്ടുന്നത് ഏകദേശം 1 മണിയോടെയാണ്. 1 മണിയോടെ ഉരുൾപൊട്ടുന്നു. അപ്പോൾ തന്നെ എല്ലാ ആൾക്കാർക്കും ഇതിൻ്റെ മെസ്സേജുകൾ ഫോണിലൂടെയും ഫോൺ വിളിയിലൂടെയും എല്ലാവരെയും അറിയിക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഈ ആൾക്കാരെ മുഴുവൻ, വിലങ്ങാടിൻ്റെ ഒരു വലിയ ഭൂപ്രദേശമാണ് വിലങ്ങാട്, ഒരു 3-4 ഇടവകകൾ, ആ പ്രദേശങ്ങളിലുള്ള മനുഷ്യരെ മുഴുവൻ ഈ വിവരം അറിയിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടലിൽ മരണം സംഖ്യ വളരെയേറെ കുറഞ്ഞത്. ഒരാൾ മാത്രമേ, മാത്തുമാഷ് മാത്രമേ മരണത്തിന് കീഴ്പ്പെട്ടുള്ളൂ. എല്ലാവരും മാറാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വൻ ദുരന്തം വിലങ്ങാട് ഏറ്റുമാകുമായിരുന്നു. ജോണി, ഞങ്ങൾ ഇന്നിപ്പോൾ പുറത്തുവിട്ട ഈ ആഘാത പഠനം നടത്തിയ ഡ്രോൺ ഇമാജിനേഷൻസിൻ്റെ ദൃശ്യങ്ങളിൽ വല്ലാത്ത ഭീകരതയുണ്ട്. പല സ്ഥലങ്ങളിൽ 24 പ്രഭവ കേന്ദ്രങ്ങളെന്നാണ് ആധികാരികമായി പറയുന്നത്. എന്നാൽ നാട്ടുകാർ പറയുന്നത് 40ഓളം പ്രഭവ കേന്ദ്രങ്ങൾ ഉണ്ടാകാം എന്നാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ ഇപ്പോഴും വളരെ ദുർബലമായി തന്നെ തുടരുന്നുണ്ട്. ഭീതിതമാണല്ലേ ആ ഇടം? ഭീതിജനകമായ ഒരു പ്രദേശം എന്ന് തീർത്ത് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ 1947-48 കാലഘട്ടത്തിലൊക്കെയാണ് ഇവിടെ തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറ്റമുണ്ടായത്. അതിനുശേഷം നമ്മളൊക്കെ ചെറിയ ചെറിയ ഉരുളുകളുണ്ടായി. 2019 ഒരു വിലങ്ങാട് ആലിമുലിയിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി. 4 പേരുടെ ജീവൻ അപഹരിച്ചു. അതിനു മുമ്പ് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആൾനാശമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ പ്രാവശ്യത്തെ ഉരുൾപൊട്ടലാണ് അതിലേറ്റവും ഭീതിജനകമായ അന്തരീക്ഷമുണ്ടാക്കിയത്. കാരണം വിലങ്ങാട് മഞ്ഞച്ചേളിയിൽ ഒരുപാട് കടകൾ, വായനശാല, അതുപോലെ ഒരുപാട് പേരുടെ വീടുകൾ എല്ലാം ഈ ആഘാതത്തിൽ ഒലിച്ചുപോയി. അതാണ് വിലങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന ഒരു വാർത്ത. ഈ ജോണി, ഞാൻ അല്പസമയത്തിന് മുൻപ് ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ചു, മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ വിലങ്ങാടിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക പരിഗണന നൽകുമെന്ന് മിനിസ്റ്റർ പറയുന്നു. അതൊരു പാക്കേജായി പ്രഖ്യാപിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെടുന്നത്. ശ്രീ ജോണി അടക്കമുള്ളവരും ആവശ്യപ്പെടുന്നത് അത് തന്നെയല്ലേ? തീർച്ചയായും വിലങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം വിലങ്ങാടിനെ വീണ്ടെടുക്കുവാൻ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി ഒട്ടേറെ ആളുകൾ മരണപ്പെടുകയും ഒരുപാട് പേരുടെ ഭൂമി നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. വിലങ്ങാടും സമാനമായി, അത് ഏത് പ്രദേശത്ത് സംഭവിച്ചാലും വിലങ്ങാടിന് ഗൗരവതരമായി ഈ വിഷയത്തിൽ ഇടപെടണം. ഗവൺമെൻറ് ഒരു പാക്കേജ് പ്രഖ്യാപിക്കണം. വിലങ്ങാട്ടിലെ റോഡുകൾ, പാലങ്ങൾ, ഒലിച്ചുപോയ വീടുകൾ, അതുപോലെ വീട്ടിൽ താമസയോഗ്യമല്ലാത്ത വീടുകൾ ഇവയെല്ലാം നിർമ്മിക്കുവാൻ ഇവിടെ സർക്കാരിൻ്റെ സഹായമില്ലാതെ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ വിഷയത്തിൽ അനുകൂലമായ ഒരു തീരുമാനം എടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അജിൽ, അച്ഛൻ്റെ നഷ്ടം നമുക്ക് നികത്താൻ കഴിയില്ല. നമുക്ക് ആകെ സർക്കാരിനോട് പറയാൻ കഴിയുക ഈ വിലങ്ങാടിനൊരു പ്രത്യേക പാക്കേജ് വേണം എന്നാണ്. അജിലിൻ്റെ അമ്മയ്ക്ക് ജോലിയുണ്ടോ? ഇല്ല, അമ്മ ഹൗസ് വൈഫായിരുന്നു. അച്ഛൻ അധ്യാപകനായിരുന്നു. 2 വർഷം മുമ്പാണ് അച്ഛൻ റിട്ടയർ ആയത്. ഓക്കെ.
എനിക്ക് തോന്നുന്നു അമ്മയെ സംബന്ധിച്ചത് ഉൾക്കൊള്ളുന്നതിലും അധികമായിരുന്നിരിക്കണം. ഒരുപക്ഷെ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളാണ്. വളരെ പെട്ടെന്ന് നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി പോയി അവർക്ക് വേണ്ടി രക്തസാക്ഷിയായ ഒരച്ഛനാണ്, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡാണ് മാത്യു. അമ്മയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും ആ വേദന. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അജിലിൻ്റെ അഭിപ്രായത്തിൽ ഈ വിലങ്ങാടിനൊരു പ്രത്യേക പാക്കേജ് കൊണ്ടുവരികയും ഈ ഭൂമി നഷ്ടപ്പെട്ടവർക്കും വീട് നഷ്ടപ്പെട്ടവർക്കുമൊക്കെ അതൊക്കെ തിരിച്ചു കൊടുക്കാൻ സാധിക്കണം. അവർക്ക് അതൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ അജിലിൻ്റെ അച്ഛനെ കിട്ടില്ല എന്നത് ഉറപ്പാണ്. എങ്കിൽ പോലും നാട്ടുകാർക്ക് വേണ്ടി എന്താണ് അജിലിന് പറയാനുള്ളത്, സർക്കാരിൻ്റെ മുന്നിൽ നമുക്ക് വയ്ക്കാനുള്ളത്? പ്രതിപക്ഷം ഇന്ന് ഉന്നയിച്ചതുപോലെ ഒരു പാക്കേജ് തന്നെയാണോ? എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഒത്തിരി പേരുടെ വീടുകൾ നഷ്ടമായി. അവർ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച അവരുടെ സ്വത്തുക്കൾ, അവരുടെ വീട്, അവരുടെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ട ഒത്തിരി പേര് ഇവിടെയുണ്ട്. അവരുടെ എല്ലാം കണ്ണീര് ഞാൻ കണ്ടതാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട സഹായം, അത് പാക്കേജാണെങ്കിൽ പാക്കേജ് എന്ന രീതിക്ക് അവരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അജിലിൻ്റെ ഇനിയൊരു പ്ലാൻ എന്താ? തിരിച്ചു പോകുന്നുണ്ടോ കാനഡയ്ക്ക്? അമ്മ പക്ഷേ ഒറ്റയ്ക്കാവൂല്ലേ? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പോകാതെ ഇരുന്നാൽ ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. അച്ഛൻ്റെ ആഗ്രഹമായൊരു വീട് ഞങ്ങൾ പണിയുന്നുണ്ടായിരുന്നു. അതിപ്പോൾ പാതി വഴിക്ക് നിർത്തിവെച്ചേക്കുവാണ്. അത് എനിക്കെങ്ങനെയും കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഞാനും അനിയനും ഉണ്ട്. എനിക്ക് അടുത്ത മാസത്തിനുള്ളിൽ പോയേ പറ്റുള്ളൂ. അപ്പോൾ അനിയനും ഒരു മാസം 1.5 മാസത്തിനുള്ളിൽ അവനും പോവും. അപ്പോൾ അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ചെറിയൊരു വിഷമമുള്ളത്. അത് എന്തെങ്കിലും ചെയ്യണം എന്നോർത്തിപ്പോൾ ഇരിക്കുന്നു. അതിനെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ. താങ്ക് യു അജിൽ. കാര്യങ്ങളൊക്കെ നന്നായി വരട്ടെ ഇനി, എന്നല്ലേ നമുക്ക് പറയാൻ സാധിക്കൂ. കാലമുണക്കാത്ത മുറിവുകളില്ല എന്നതാണ് ചൂരൽമലയിലും വിലങ്ങാട്ടുമൊക്കെ നമ്മൾ പറയുന്നത്. താങ്ക് യു ശ്രീ ജോണി, താങ്ക് യു ശ്രീ അജിൽ. കാര്യങ്ങളൊക്കെ ഈ കാലം ഉണക്കും നമ്മുടെ മുറിവുകളെല്ലാം. പക്ഷേ നഷ്ടപ്പെട്ട തന്നെയാണ്. മാത്യു മാഷിൻ്റെ കാര്യം പ്രേക്ഷകർ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം വീട്ടിലിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഈ ഫോൺ വരുമ്പോൾ ആ ആധിയിൽ ആ മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുകയാണ്. നാട്ടുകാരെല്ലാം പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നെങ്കിലും മാറണം, അങ്ങനെ കടയിലേക്ക് പോകുന്നു, അവിടെ നിന്ന് മാറണമെന്ന് പറയുന്നു. പക്ഷേ ആ സമയമാകുമ്പോഴേക്കും അവിടെയുള്ള പള്ളിയുടെ ഒരു കുരിശിടി അടക്കം വന്ന് ആ കട എടുത്തുകൊണ്ട് പോവുകയാണ്. അതിൽ പ്രിയപ്പെട്ട മാത്യു മാഷും വിലങ്ങാടിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആൾനാശം മാത്യു മാഷിൽ ഒതുങ്ങിയെങ്കിലും വസ്തുനഷ്ടവും ഒപ്പം തന്നെ ഭൂമി നഷ്ടവും വീടിൻ്റെ നഷ്ടവുമൊന്നും നമുക്ക് കള്ളികളായി ഇരുവരെയും തിരിച്ച് കൃത്യമായി കണക്ക് കൂട്ടാൻ സാധിച്ചിട്ടില്ല. വലിയൊരു പാക്കേജ് തന്നെ പ്രഖ്യാപിക്കേണ്ടി വരും വിലങ്ങാടിനെ പഴയ ജനതയാക്കി മാറ്റാൻ. നഷ്ടപ്പെട്ട മനുഷ്യരെ തിരിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിലും നഷ്ടപ്പെട്ട ജീവിതം നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വിലങ്ങാടിൻ്റെ കാര്യത്തിലും നമുക്ക് പറയാനുള്ളത്.